ഒരു നടി മരിക്കുമ്പോൾ അവസാനിക്കുന്നത് ഒരു ജീവിതമാണോ? അല്ല. ചില നടിമാർ മരിക്കുമ്പോൾ അവസാനിക്കുന്നത് ഒരു കാലഘട്ടമാണ്. ഒരു തലമുറയുടെ ഓർമ്മകളാണ് മായുന്നത്. ഒരു മുഖം, ഒരു ശബ്ദം, ഒരു കഥാപാത്രം. അങ്ങനെ ദക്ഷിണേന്ത്യൻ സിനിമയുടെ 7 പതിറ്റാണ്ടിലേറെ നീണ്ട ചരിത്രത്തിൽ സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച ഒരു മഹാനടിയാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഷൗക്കാർ ജാനകി. 94-ാം വയസ്സിൽ ചെന്നൈയിൽ അവർ അന്തരിച്ചു. തെലുങ്കിലും തമിഴിലും കന്നഡയിലും മലയാളത്തിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ച നടി. ഏകദേശം 400 സിനിമകൾ, നൂറുകണക്കിന് നാടകങ്ങൾ, പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതം, പത്മശ്രീ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ. പക്ഷെ മലയാളികൾക്ക് ഷൗക്കാർ ജാനകി എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു കഥാപാത്രമുണ്ട്, മറിയ. മമ്മൂട്ടി അവതരിപ്പിച്ച പുട്ടുറുമീസിന്റെ അമ്മ. സൂര്യമാനസം എന്ന ചിത്രം. ഒരു സിനിമയിൽ മമ്മൂട്ടി ഒരു കുഞ്ഞിന്റെ മനസ്സുമായി ജീവിച്ചപ്പോൾ അതിനേക്കാൾ വലിയൊരു വേഷമാണ് ഷൗക്കാർ ജാനകി ചെയ്തത്. ആ കുഞ്ഞിനെ ലോകത്തിന്റെ ക്രൂരതയിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിച്ച ഒരു അമ്മയുടെ വേഷം. അവസാനം ആ അമ്മയ്ക്ക് തന്റെ മകനെ രക്ഷിക്കാനായോ? അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹത്തെക്കാൾ ശക്തമായിരുന്നോ ഒരു സമൂഹത്തിന്റെ ക്രൂരത? ഇതാണ് ഇന്ന് നമുക്ക് ഓർക്കാനുള്ള ഷൗക്കാർ ജാനകിയുടെ കഥ. 1931 ഡിസംബർ 12-ന് ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രിയിലാണ് ജാനകിയുടെ ജനനം. സിനിമ അവരുടെ ആദ്യ സ്വപ്നമായിരുന്നില്ല. വിവാഹം വളരെ ചെറുപ്പത്തിൽ തന്നെ നടന്നു. കുടുംബ ജീവിതത്തിലേക്ക് കടന്ന് അവർക്ക് പിന്നീട് മനസ്സിലായി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വന്തം കാലിൽ നിൽക്കണം. അങ്ങനെ ജോലി തേടി അവർ പുറത്തിറങ്ങി. അങ്ങനെ ആകാശവാണിയിൽ അവർ ജോലി സമ്പാദിച്ചു. അവിടെ നിന്നാണ് സിനിമയിലേക്കുള്ള വഴി തുറക്കുന്നത്. 1950-ൽ LV പ്രസാദ് സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രം ഷൗക്കാർ എന്ന ചിത്രത്തിലെ നായികയായ ജാനകിക്ക് ലഭിച്ച ആ പേര് പിന്നീട് അവരുടെ സ്വന്തം പേരിനൊപ്പം ചേർന്നു, ഷൗക്കാർ ജാനകി. അവിടെ നിന്ന് ദക്ഷിണേന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലൂടെയുള്ള ഒരു നീണ്ട യാത്രയായിരുന്നു. തെലുങ്ക് സിനിമയിൽ ശ്രദ്ധേയയായ ജാനകി പിന്നീട് തമിഴിലേക്ക് കടന്നു. ശിവാജി ഗണേശൻ, NT രാമറാവു, അക്കിനേനി നാഗേശ്വര റാവു, ഡോക്ടർ രാജ്കുമാർ, ജമിനി ഗണേശൻ തുടങ്ങി ദക്ഷിണേന്ത്യൻ സിനിമയിലെ മഹാരഥന്മാർക്കൊപ്പം അവർ അഭിനയിച്ചു. K ബാലചന്ദ്രന്റെ സിനിമകളിൽ അവർ അവതരിപ്പിച്ച സ്ത്രീ കഥാപാത്രങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെട്ടു. ഇരുകോടുകൾ. ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്ന 2 സ്ത്രീകൾ. ഒരു കുടുംബത്തിന്റെ തകർച്ചയും ബന്ധങ്ങളുടെ സങ്കീർണതയും. അവിടെ ഷൗക്കാർ ജാനകിയുടെ അഭിനയം മറ്റൊരു തലത്തിലേക്ക് ഉയർന്നു. പിന്നീട് നായിക എന്ന പരിധി വിട്ട് അമ്മ, അമ്മായി, അമ്മൂമ്മ, കുടുംബത്തിലെ മുതിർന്ന സ്ത്രീ, വ്യത്യസ്ത സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ. എന്തും ചെയ്യാൻ കഴിയുന്ന നടിയായി അവർ മാറി. 1964-ൽ സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലൂടെയാണ് അവർ മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിക്കുന്നത്. പ്രേം നസീർ നായകനായ ചിത്രത്തിൽ ശിവാജി ഗണേശന്റെ ജോഡിയായാണ് അവർ അഭിനയിച്ചത്. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം പ്രതാപ് പോത്തൻ നായകനായ പപ്പു എന്ന ചിത്രത്തിലും അവർ അഭിനയിച്ചു. മലയാളത്തിൽ വളരെ കുറച്ച് ചിത്രങ്ങളിലേ അവർ അഭിനയിച്ചിട്ടുള്ളൂ. എന്നാൽ ജാനകിയെ മലയാളി ഓർക്കുന്നത് ഒറ്റ ചിത്രത്തിലൂടെയാണ്, സൂര്യമാനസം. സംവിധാനം വിജി തമ്പി, രചന സാബ് ജോൺ, നായകൻ മമ്മൂട്ടി. ഷൗക്കാർ ജാനകി, മറിയ, പുട്ടുറുമീസിന്റെ അമ്മ. ഒരു ഗ്രാമം, അവിടെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ ഒരാൾ. അവന്റെ പേര് പുട്ടുറുമീസ്. ശരീരത്തിന് വലിയ ശക്തിയുണ്ട്, 6 ആളുടെ ശക്തി. പക്ഷെ ബുദ്ധി വളർച്ച 6 വയസ്സുകാരന്റെ. ലോകത്തെ അവൻ കാണുന്നത് ഒരു കുഞ്ഞിനെ പോലെയാണ്. നല്ലതും ചീത്തയും, സ്നേഹവും വഞ്ചനയും, അപകടവും അപകടമല്ലാത്തതും. ഇവയുടെ വ്യത്യാസം പൂർണ്ണമായി മനസ്സിലാക്കാൻ അവന് കഴിയില്ല. അവന് ലോകത്തിൽ ഏറ്റവും വിശ്വാസമുള്ള ഒരേ ഒരാൾ അവന്റെ അമ്മയാണ്, മറിയ. ഷൗക്കാർ ജാനകി. മറിയയ്ക്ക് പുട്ടുറുമീസ് ഒരു ഭാരമല്ല. അവൻ അവളുടെ മകനാണ്. അവന്റെ തെറ്റുകൾ, അവന്റെ കുസൃതികൾ, അവന്റെ അജ്ഞത, അവന്റെ അപ്രതീക്ഷിതമായ ശക്തി എല്ലാം അവൾക്കറിയാം. പക്ഷെ മറ്റുള്ളവർക്ക് അവൻ ഒരു പ്രശ്നമാണ്. അവന് കാര്യങ്ങൾ മനസ്സിലാകാത്തതിനാൽ പലപ്പോഴും അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അവൻ ആരെയും മനഃപൂർവ്വം ഉപദ്രവിക്കുന്നില്ല, പക്ഷെ അവന്റെ ശക്തി തന്നെ ചിലപ്പോൾ അപകടമാകുന്നു. അതുകൊണ്ട് ഗ്രാമക്കാർ അവനെ ഭയക്കുന്നു. അവിടുത്തെ കുട്ടികളുടെ കൂട്ടുകാരനാണ് അവൻ. ആ ഗ്രാമത്തിലെ ഒരു മുതലാളിയുമായി ഉണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ മറിയയ്ക്കും മകൻ പുട്ടുറുമീസിനും ആ ഗ്രാമം വിട്ടു പോകേണ്ടി വരുന്നു. ആ പള്ളിയിലെ വികാരിയച്ഛന്റെ ശുപാർശ പ്രകാരം ഒരു മലയോര ഗ്രാമത്തിലെ എസ്റ്റേറ്റിലേക്ക് അവർ ജീവിതം പറിച്ചു നടന്നു. ഇതാണ് സിനിമയുടെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഭാഗം. ഒരു അമ്മയ്ക്ക് സ്വന്തം മകനെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം നാട് പോലും ഉപേക്ഷിക്കേണ്ടി വരുന്നു. നീലഗിരിയിലെ ടീ എസ്റ്റേറ്റിന്റെ പശ്ചാത്തലത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അവിടെ പുട്ടുറുമീസിന് ജോലി ലഭിക്കുന്നു. പക്ഷെ സ്ഥലം മാറിയത് കൊണ്ട് പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. കാരണം പ്രശ്നം പുട്ടുറുമീസ് അല്ല, അവനെ മനസ്സിലാക്കാൻ സമൂഹം തയ്യാറല്ല എന്നതാണ് പ്രശ്നം. അവനെ ഒരു മനുഷ്യനായി കാണുന്നതിന് പകരം ഒരു വിചിത്ര ജീവിയായി കാണുന്നവരുണ്ട്. അവന്റെ നിഷ്കളങ്കതയെ മുതലെടുക്കുന്നവരുണ്ട്. അവന്റെ ശക്തിയെ പേടിക്കുന്നവരുണ്ട്. ഇവിടെയാണ് രഘുവരൻ അവതരിപ്പിച്ച ശിവൻ എന്ന കഥാപാത്രം എത്തുന്നത്. എസ്റ്റേറ്റിലെ അധികാരമുള്ള കഠിന സ്വഭാവമുള്ള മാനേജർ. പുട്ടുറുമീസിന്റെ സ്വഭാവം ശിവന് ഇഷ്ടമല്ല. പുട്ടുറുമീസിന് നിയമങ്ങൾ മനസ്സിലാകുന്നില്ല, അധികാരത്തിന്റെ ഭാഷ അവന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ശിവനും പുട്ടുറുമീസും തമ്മിലുള്ള സംഘർഷം ശക്തമാകുന്നു. പക്ഷേ പുട്ടുറുമീസിന്റെ പക്ഷത്ത് ഒരു ശക്തിയുണ്ട്, അവന്റെ നിഷ്കളങ്കത. തൊഴിലാളികൾക്ക് അവനോട് സ്നേഹം തോന്നുന്നു.
അവനെ അവർ സ്വന്തം ആളായി കാണാൻ തുടങ്ങുന്നു. ഇതാണ് ശിവന് അസഹനീയമാകുന്നത്. എസ്റ്റേറ്റിലെ കങ്കാണി മൂപ്പനും അയാളുടെ മകൾ സൂസിയും പുട്ടൂർമീസിനും അമ്മയ്ക്കും ഒരു സഹായമാണ്. ഒരു ഘട്ടത്തിൽ സൂസിക്ക് പുട്ടൂർമീസിനോട് പ്രണയം ഉടലെടുക്കുന്നത് പോലെയുണ്ട്. സിനിമയുടെ മറ്റൊരു വേദനിപ്പിക്കുന്ന തലമാണിത്. പുട്ടൂർമീസിന്റെ മനസ്സ് ഒരു കുഞ്ഞിൻ്റെതാണ്. അവന്റെ സ്നേഹവും കുഞ്ഞിൻ്റെതാണ്. അവന് ലോകം വളരെ ലളിതമാണ്. ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടാൽ അവൻ സ്നേഹിക്കും, അവൻ ചിരിക്കും, അവൻ സന്തോഷിക്കും. പക്ഷെ സമൂഹം അവന്റെ ആ നിഷ്കളങ്കതയെ അങ്ങനെ കാണുന്നില്ല. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത്. മറിയയ്ക്ക് തന്റെ മകനെ മറ്റാരേക്കാളും നന്നായി അറിയാം. അവൻ ദുഷ്ടനല്ല, അവൻ ക്രൂരനല്ല, അവൻ ആരെയും നശിപ്പിക്കണമെന്നില്ല. അവന് ലോകത്തെ മനസ്സിലാക്കാൻ കഴിയാത്തതാണ് അവന്റെ ദുരന്തം. അതാണ് സൗക്കാർ ജാനകിയുടെ കഥാപാത്രത്തെ അത്രയും ശക്തമാക്കുന്നത്. അവർ വലിയ ഡയലോഗുകളൊന്നും പറയുന്നില്ല, പക്ഷെ അവരുടെ മുഖത്ത് എപ്പോഴും ഒരു ഭയമുണ്ട്. എന്റെ മകനെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്ന ഭയം. ആ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി അത് തന്നെയാണ്. സൂര്യമാനസം എന്ന സിനിമയുടെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് മമ്മൂട്ടിയും ഷൗക്കാർ ജാനകിയും തമ്മിലുള്ള അമ്മ മകൻ ബന്ധമാണ്. പുട്ടൂർമീസായി മമ്മൂട്ടി ശരീരഭാഷ തന്നെ മാറ്റി. നടപ്പ്, സംസാരം, മുഖഭാവം, ശബ്ദം എല്ലാം. വിജി തമ്പിയുടെ ഓർമ്മകളിൽ പോലും പുട്ടൂർമീസിന്റെ രൂപത്തിലും ശരീരഭാഷയിലും മമ്മൂട്ടിയുടെ സംഭാവന പ്രത്യേകം പറയുന്നുണ്ട്. അവസാനം ഷൗക്കാർ ജാനകിയെ മറിയയായി കൊണ്ടുവരാൻ മമ്മൂട്ടിയുടെ നിർദ്ദേശത്തിനും പങ്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു മഹാനടിയും ഒരു മഹാനടനും മലയാള സിനിമയിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന അമ്മ മകൻ ബന്ധങ്ങളിൽ ഒന്ന് സൃഷ്ടിച്ചു. സിനിമയുടെ യഥാർത്ഥ വില്ലൻ ആരാണ്? ഇവിടെയാണ് സൂര്യമാനസം സാധാരണ സിനിമയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. നമുക്ക് ആദ്യം തോന്നും ശിവനാണ് വില്ലൻ. പക്ഷേ സിനിമ അവസാനിക്കുമ്പോൾ ചോദ്യം മാറുന്നു. ശിവൻ മാത്രമാണോ വില്ലൻ? അല്ല. പുട്ടൂർമീസിനെ മനസ്സിലാക്കാൻ തയ്യാറാകാത്ത സമൂഹവും അവന്റെ വ്യത്യസ്തതയെ അംഗീകരിക്കാത്ത മനുഷ്യരും അവന്റെ നിഷ്കളങ്കതയെ മുതലെടുക്കുന്നവരും എല്ലാവരും ചേർന്നാണ് ആ ദുരന്തത്തിലേക്ക് അവനെ തള്ളിവിടുന്നത്. പുട്ടൂർമീസ് വീണ്ടും ഒരു പ്രശ്നത്തിൽ പെടുന്നു. അവൻ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ അവന്റെ പ്രവൃത്തികൾ മറ്റുള്ളവർ തെറ്റായി മനസ്സിലാക്കുന്നു. പുട്ടൂർമീസുമായി ഏറ്റുമുട്ടുന്നത് തന്റെ നിലനിൽപ്പിന് നല്ലതല്ല എന്ന ഭാര്യ സുഭദ്രയുടെ ഉപദേശപ്രകാരം ശിവൻ അയാളെ തന്റെ കൂടെ കൂട്ടുന്നു. പക്ഷെ അയാളുടെ ഉദ്ദേശം അവനെ ഉപയോഗിച്ച് തൊഴിലാളികളെ തകർക്കുക എന്നത് തന്നെയായിരുന്നു. അത് അയാൾ നടപ്പാക്കുന്നത് തൊഴിലാളികൾ വാറ്റുചാരായം ഉണ്ടാക്കുന്ന സ്ഥലം പുട്ടൂർമീസിനെ കൊണ്ട് തന്നെ പോലീസിന് കാണിച്ചു കൊടുത്തുകൊണ്ടായിരുന്നു. അതോടെ തൊഴിലാളികൾ ഒന്നടങ്കം പുട്ടൂർമീസിനെതിരെ തിരിയുന്നു. സിനിമയുടെ അവസാന ഭാഗത്ത് തൊഴിലാളികളും പുട്ടൂർമീസും തമ്മിൽ നടക്കുന്ന സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും അതിന്റെ പ്രതികാരം എന്നോണം തൊഴിലാളികൾ പുട്ടൂർമീസിനെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ മാനേജർ ശിവൻ തന്റെ ഭാര്യ പുട്ടൂർമീസുമായി തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണുകയും പുട്ടൂർമീസിനെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭാര്യ മരണപ്പെടുകയും ചെയ്യുന്നു. പുട്ടൂർമീസിനെ പിന്തുടർന്ന് ശിവനും അനുയായികളും എത്തുമ്പോഴേക്കും അവരുടെ മുന്നിലേക്ക് കോപാകുലരായ തൊഴിലാളികളും എത്തുന്നു. പുട്ടൂർമീസിനെ തോക്കുകൊണ്ട് വെടിവെക്കുന്ന ശിവന്റെ മുന്നിലേക്ക് അമ്മ പെട്ടെന്ന് കടന്നു വരികയും അമ്മയ്ക്ക് വെടിയേൽക്കുകയും ചെയ്യുന്നു. അതോടെ പുട്ടൂർമീസിന് സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട് ശിവൻ അയാളെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അയാൾ തിരിച്ച് പുട്ടൂർമീസ് ശിവനെ കൊലപ്പെടുത്തുന്നു. എന്നാൽ തൊഴിലാളികൾ പുട്ടൂർമീസിനെ കല്ലെറിഞ്ഞു വീഴ്ത്താൻ ശ്രമിക്കുന്നു. മറിയയ്ക്ക് സ്ഥിതി നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. അവൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം തന്റെ മകനെ രക്ഷിക്കുക. പക്ഷെ ഇത്തവണ അവൾക്ക് കഴിയുന്നില്ല. ഇവിടെയാണ് ഷൗക്കാർ ജാനകിയുടെ മറിയ എന്ന കഥാപാത്രം നമ്മളെ തകർക്കുന്നത്. അവൾ ഒരു സാധാരണ സിനിമയിലെ അമ്മയല്ല, മകന്റെ തെറ്റുകൾ ന്യായീകരിക്കുന്ന അമ്മയുമല്ല. അവന്റെ തെറ്റുകൾ അവൾക്കറിയാം, പക്ഷെ അവൻ മനഃപൂർവ്വം തെറ്റ് ചെയ്യുന്നില്ലെന്നും അവൾക്കറിയാം. ലോകം അവനെ കുറ്റവാളിയാക്കുമ്പോൾ അമ്മ മാത്രം അവനിൽ ഒരു കുഞ്ഞിനെ കാണുന്നു. അതാണ് മറിയ. ഒടുവിൽ പുട്ടൂർമീസിനെതിരെ ജനക്കൂട്ടം തിരിയുന്നു. അവന്റെ നിഷ്കളങ്കതയ്ക്ക് ഇനി വിലയില്ല. അവന്റെ അമ്മയുടെ അപേക്ഷകൾക്ക് ഇനി വിലയില്ല. അവനെ രക്ഷിക്കാൻ മറിയ ശ്രമിക്കുന്നു. പക്ഷേ സമൂഹത്തിന്റെ കൂട്ടായ ഭയത്തിന് മുന്നിൽ ഒരു അമ്മയുടെ കൈകൾ ദുർബലമാകുന്നു. പുട്ടൂർമീസ് കൊല്ലപ്പെടുന്നു. അവൻ മനസ്സിലാക്കാതെ, അവൻ ചെയ്തത് എന്താണെന്ന് അറിയാതെ അവൻ ജീവിച്ച ലോകം തന്നെ അവനെ ഇല്ലാതാക്കുന്നു. ഇതാണ് സൂര്യമാനസം നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ സത്യം. ചിലപ്പോൾ മനുഷ്യനെ കൊല്ലുന്നത് അവന്റെ കുറ്റമല്ല, അവനെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകളാണ്. ഇവിടെയാണ് ഷൗക്കാർ ജാനകിയുടെ പ്രകടനം ഓർമ്മയിൽ നിൽക്കുന്നത്. മമ്മൂട്ടിയുടെ പുട്ടൂർമീസിന്റെ മരണമാണ് സിനിമയുടെ ദുഃഖം. പക്ഷെ ആ മരണത്തെ നോക്കി നിൽക്കുന്ന അമ്മയുടെ മുഖമാണ് സിനിമയുടെ ആത്മാവ്. മകനെ നഷ്ടപ്പെട്ട അമ്മ, ലോകത്തോട് തോറ്റ അമ്മ, മകനെ സംരക്ഷിക്കാൻ ജീവിതം മുഴുവൻ ശ്രമിച്ച അമ്മ, അവസാനം അവന്റെ ജീവൻ തന്നെ സംരക്ഷിക്കാൻ കഴിയാതെ പോയ അമ്മ. അതാണ് മറിയ, അതാണ് ഷൗക്കാർ ജാനകി. ഇന്ന് നമ്മൾ മാനസികവും ഭൗതികവുമായ വ്യത്യാസങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു. ഇൻക്ലൂസീവ് സൊസൈറ്റി, ഡിസബിലിറ്റി റൈറ്റ്സ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, മെന്റൽ ഹെൽത്ത്, ഇതെല്ലാം ഇന്ന് പൊതു ചർച്ചകളാണ്. പക്ഷെ 1992 ഒരു സിനിമ വളരെ ലളിതമായി ഒരു ചോദ്യം ചോദിച്ചു: വ്യത്യസ്തനായ ഒരാളെ നമ്മൾ മനുഷ്യനായി കാണുന്നുണ്ടോ? പുട്ടൂർമീസിന്റെ ബുദ്ധിവികാസം ഒരു കുട്ടിയുടേതാണ്. പക്ഷെ അവന് സ്നേഹമുണ്ട്, അവന് സന്തോഷമുണ്ട്, അവന് ദുഃഖമുണ്ട്, അവന് അമ്മയുണ്ട്, അവന് സ്നേഹിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അവൻ നമ്മളിൽ നിന്ന് എത്ര വ്യത്യസ്തനാണ്. ഇന്ന് ഷൗക്കാർ ജാനകി നമ്മെ വിട്ടുപോയപ്പോൾ അവരുടെ സിനിമകളുടെ എണ്ണം മാത്രം പറയുന്നതിൽ കാര്യമില്ല. 400ഓളം സിനിമകൾ, നൂറുകണക്കിന് നാടകങ്ങൾ, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം,
മലയാളം, ഹിന്ദി ഇത്രയും ഭാഷകളിൽ അഭിനയിച്ച നടി 1950 ആരംഭിച്ച യാത്ര 7 പതിറ്റാണ്ടിലേറെ പിന്നിട്ട് 2020 അവരുടെ 400-ാം സിനിമയായ ബിസ്കോത്ത് വരെ എത്തി. 2022 രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിച്ചു. പക്ഷേ മലയാളികളുടെ മനസ്സിൽ അവരുടെ ഒരു ചിത്രം ഒരിക്കലും ആയില്ല മമ്മൂട്ടിയുടെ പുട്ടുറുമീസിന്റെ അമ്മയായി നിൽക്കുന്ന ആ മുഖം. 1950 നായികയായി സിനിമയിൽ എത്തിയ നടി പിന്നീട് തലമുറകൾ മാറിയിട്ടും സിനിമയിൽ തുടർന്നു. ഒരു കാലത്ത് നായികമാരുടെ നായിക, പിന്നീട് അമ്മ, അമ്മൂമ്മ, പുതിയ തലമുറ താരങ്ങളോടൊപ്പം. അങ്ങനെ ഒരു നടി മാത്രമല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു സാക്ഷിയായി അവർ മാറി. ഒരു നടിയുടെ ജീവിതത്തെ ഓർക്കുമ്പോൾ അവർ എത്ര സിനിമകളിൽ അഭിനയിച്ചു എന്നതിനേക്കാൾ നമ്മുടെ മനസ്സിൽ അവർ എന്ത് ബാക്കി വെച്ചു എന്നതാണ് പ്രശ്നം. ഷൗക്കാർ ജാനകി നമ്മളിൽ നിന്ന് ബാക്കി വെച്ചത് അനേകം കഥാപാത്രങ്ങളാണ്, അനേകം സിനിമകളാണ്. പക്ഷെ മലയാളിയുടെ മനസ്സിൽ ഒരു അമ്മയുടെ മുഖം മറിയ. പുട്ടുറുമീസിനെ ലോകം മനസ്സിലാക്കിയില്ല, പക്ഷെ അവന്റെ അമ്മ അവനെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ സൂര്യമാനസം അവസാനിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ അമ്മയും മകനും നമ്മുടെ ഓർമ്മയിൽ ഇന്നും ജീവിക്കുന്നു. ഇന്ന് ഷൗക്കാർ ജാനകി യാത്രയായി, പക്ഷെ മറിയ ഒരിക്കലും മരിക്കില്ല. പുട്ടുറുമീസിനെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ആ അമ്മയുടെ രൂപം മലയാള സിനിമയുടെ ഓർമ്മയിൽ എന്നും ഉണ്ടാകും. ഷൗക്കാർ ജാനകി, നിങ്ങൾക്ക് വിട. നിങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് വിടയില്ല. കാരണം ചില അഭിനേതാക്കൾ മരിക്കില്ല, അവർ അഭിനയിച്ച കഥാപാത്രങ്ങളായി നമ്മുടെ ഓർമ്മയിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഷൗക്കാർ ജാനകിക്ക് ആദരാഞ്ജലികൾ. മറിയയെ ഒരിക്കലും മറക്കില്ല. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു രസകരമായ എപ്പിസോഡ് ഇനിയും കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.